ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാന ജനവിഭാഗം ഇസ്ലാം മതവിശ്വാസികൾ കൂടെ ആണ്. അതും നമ്മുടെ രാജ്യം ഉണ്ടായ കാലം തൊട്ട്, ആ മതം ഉണ്ടാകുന്ന കാലം തൊട്ട്, നമ്മുടെ രാജ്യം ഉണ്ടായ കാലം തൊട്ട് ഈ മണ്ണിൽ ഇസ്ലാം മതവിശ്വാസികളുടെ കൂടെ രാജ്യമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യ ഇസ്ലാം ജനസംഖ്യ. രാജ്യങ്ങളും ഇസ്ലാം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇസ്ലാം രാജ്യമാണ്. അപ്പോൾ നമ്മുടെ അത്രക്ക് ഗംഭീരമായിട്ടുള്ളൊരു ഇസ്ലാമിക പാരമ്പര്യമുള്ളൊരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മറ്റെല്ലാവർക്കും എന്ന പോലെ നല്ല ഭൂസ്വത്തും മറ്റ് സ്വത്തുക്കളൊക്കെ ഇക്കാലം കൊണ്ട് മുഴുവനായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ വിശ്വാസത്തിൽ ഇസ്ലാം മതത്തിൽ മറ്റു മതത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ് അവർക്ക് സ്വമേധയാ മത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭൂസ്വത്തും മറ്റ് സ്വത്തുക്കളുമൊക്കെ വഖഫ് ചെയ്യാം, അങ്ങോട്ട് കൊടുക്കാം എന്നത്. അപ്പം അതൊരു അതിഗംഭീരമായിട്ടുള്ളൊരു വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് അയാളുടെ ജീവിതകാലത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് അയാളുടെ ജീവിതകാലം അവസാനിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുക എന്നുള്ളത് ഒരു കൈയടിച്ച് അല്ലെങ്കിൽ വളരെ വിനയത്തോടു കൂടി നമ്മൾ തലകുനിച്ച് നിന്ന് ചെയ്യേണ്ടുന്ന ഒരു മത ആചാരമോ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യമോ ആണ്. അപ്പം അതിനകത്ത് ഒരു സർക്കാർ, അതും എങ്ങനത്തെ സർക്കാർ, ഞങ്ങളൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ സർക്കാരാണ് എന്ന് അഭിമാനം കൊള്ളുന്ന സർക്കാരാണല്ലോ. അതായത് ഞങ്ങളുടേത് RSS ബാക്ക് ചെയ്യുന്ന BJP ഭരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് അഭിമാനത്തോടെ BJP പ്രവർത്തകരും RSSകാരും എല്ലാം പറയുന്നതാണ്. RSS ആണെങ്കിൽ ഹിന്ദുത്വ എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന, ആ മതത്തിൻ്റെ ആകെ ആളുകൾ അവരാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പക്ഷം, ആ രാഷ്ട്രീയ പക്ഷം ഒരു സർക്കാർ രൂപീകരിക്കുന്നു. ആ സർക്കാർ മറ്റൊരു മതത്തിൻ്റെ വിശ്വാസപരവും സംഗതിയുമായിട്ടുള്ളൊരു കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടുന്നു എന്ന നമ്മുടെ ഭരണഘടന പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന, അത് നമ്മുടെ ഭരണഘടന അന്തസ്സത്തേക്ക് പൂർണ്ണമായിട്ടും വിരുദ്ധമാണ്. ഒരു മതത്തിൻ്റെ ഒക്കെ പേരിൽ മറ്റൊരു മതത്തെ മുകളിൽ നിലപാടെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു കാര്യം എന്നത് പ്രാഥമികമായ ദൃഷ്ടിയിൽ തന്നെ, അതായത് നിങ്ങൾ BJPയോ CPMോ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ഇല്ലാത്ത ആളോ ആയിക്കോട്ടെ, പക്ഷേ പ്രാഥമികമായ ദൃഷ്ടിയിൽ തന്നെ ഏറ്റവും ലളിതമായിട്ടുള്ള ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഇത് തെറ്റാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് മറിച്ചൊരു നിലപാടുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ പ്രയാസമായി പോയേനെ ഈ രാജ്യത്തെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക്. അതുകൊണ്ട് നമ്മുടെ ജുഡീഷ്യറിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ ജുഡീഷ്യറിയുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടായത്.